ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു കുർത്തിയുടെ നെക്ക് ഡിസൈനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൺ സൈഡ് മാത്രം ബോർഡറുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള അളവുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബോർഡർ എവിടെയൊക്കെ വേണം എന്നുള്ളത് ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാം, നെക്ക് പാറ്റേണിൽ എവിടെയെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല കുർത്തിയുടെ അടിവശത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബോർഡർ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം തന്നെ രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഈ ഒരു മെറ്റീരിയലിൽ ഡിസൈൻ ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീതി വശത്തേക്ക് ഇതേപോലെ ആദ്യം രണ്ടായിട്ട് മടക്കിയിടുന്നുണ്ട്. നാലായിട്ട് നമ്മൾ മടക്കിയെടുത്തിട്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് പക്ഷേ വീതിയുള്ള തുണിയാണെങ്കിലാണ് പറ്റുക. ഇവിടെ ഞാൻ ഈ ഒരു കുർത്തിയിൽ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ നാലായിട്ട് മടക്കിയെടുത്ത് നോക്കുമ്പോൾ ചെസ്റ്റ് പാർട്ടിൻ്റെ അളവിനേക്കാളും കൂടുതൽ തുണി തയ്യൽ തുമ്പും കൂടി കൊടുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ആ ഒരു ഭാഗത്തേക്ക് അത്രയും തുണി കിട്ടുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് മടക്കിയെടുത്തിട്ട് ആദ്യം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്, അതിനുശേഷം ബാക്ക് പീസും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ അളവിൽ വേണ്ടുന്ന തുണി മാത്രം ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ അളവ് എനിക്ക് 40 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 12 ഇഞ്ചിലാണ് ഞാനിവിടെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് എനിക്ക് 15 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 16 ഇഞ്ചിന് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ 7.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുക്കുക. അത് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 40 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. 1 ഇഞ്ച് ടച്ച് ചെയ്യുന്നതിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇവിടെ ടക്സ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോൾഡഡ് സൈഡിൽ നിന്ന് ഉള്ളോട്ടേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ടക്സിൻ്റെ ലെങ്ത്തും 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് 3/4 ഇഞ്ച് അളവിൽ മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടക്സ് പോയിൻറ്റിൽ നിന്നും ഇതേപോലെ കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്തിൻ്റെ മിഡ് പോയിൻറ്റും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു 3 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് ആം ഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കാം. ഇവിടെ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് വരച്ചെടുക്കാം. ഇനി മാർക്ക് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗത്തേക്ക് ഒന്നും കൂടി മടക്കി എടുത്തിട്ട് നമുക്ക് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാനുള്ള വീതിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മടക്കിയെടുത്തിട്ട് അവിടെ നിന്നും കട്ട് ചെയ്തെടുത്തത് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്കുള്ള പീസ് നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. അവിടെ നിന്നാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതേ അളവിൽ ഫ്രണ്ട് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിലും അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇത് ബാക്ക് പീസും മറ്റേത് ഫ്രണ്ട് പീസുമാണ്. ബാക്ക് പീസിൽ ആദ്യം നെക്ക് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 3.25 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്.
നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഫ്രണ്ട് പീസിൽ ടക്സ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോൾഡഡ് സൈഡിൽ നിന്നും 4 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ടക്സ് ലെങ്ത്തും 4 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ കർവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് ഷോൾഡർ 7.5 ഇഞ്ചാണ് വരുന്നത്. ഫ്രണ്ട് ഭാഗത്തേതായതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചോളം ഞാൻ കട്ട് ചെയ്ത് മാറ്റും. അപ്പം ബാക്കി 7 ഇഞ്ചാണ് കിട്ടുക. ഈ ഒരു ഷോൾഡർ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ആം ഹോളിൻ്റെ സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം നെക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഉള്ളിലോട്ടായിട്ട് 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 6 അല്ലെങ്കിൽ 6.5 ഇഞ്ചോ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് 1 ഇഞ്ച് വീതിയിൽ ഒരു പോയിൻറ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും താഴോട്ടേക്ക് 4 ഇഞ്ച് ലെങ്ത്തിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. അത് കഴിഞ്ഞ് 1 ഇഞ്ച് അകലത്തിൽ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴോട്ടേക്കായിട്ട് 5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വീതി എന്ന് പറയുന്നത് ഞാനിവിടെ 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റിൽ നിന്നും നമ്മൾ താഴോട്ടേക്ക് 4 ഇഞ്ച് ലെങ്ത്തിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈനിൽ നിന്നും നമ്മുടെ നോർമൽ നെക്കിൻ്റെ ലെങ്ത്തിലേക്ക് ഇതേപോലെ ഒന്ന് കേർവ് ഷേപ്പിൽ വരച്ച് ജോയിൻ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ആ ഒരു 4 ഇഞ്ചിൽ നിന്നും നമ്മൾ തൊട്ടടുത്തായിട്ട് 1 ഇഞ്ച് വീതിയിലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും 5 ഇഞ്ച് ലെങ്ത്തിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഒന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരുന്നത്. ഈ ഒരു അളവിനേക്കാളും ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നെക്ക് ലെങ്ത്ത് 6.5 എന്നുള്ളത് 7 ഇഞ്ചാക്കാം. ഇവിടെ 1 ഇഞ്ച് വീതിയിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് 1.5 ഇഞ്ചിലേക്ക് മാറ്റാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് അത് മാറ്റി ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അളവുകളൊക്കെ പേപ്പർ ക്യാൻവാസിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ വരച്ച് കാണിച്ചതാണ്. ഇതേപോലെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഗമ്മുള്ള ഭാഗമാണ്. അപ്പോൾ അത് ഉള്ളിലേക്കായിട്ട് മടക്കിയെടുക്കുക. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുമ്പോൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ച് ഉണ്ട്, വീതി 5 ഇഞ്ച്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിനേക്കാളും 1.5 ഇഞ്ചോ 1 ഇഞ്ചോ അധികം നീളവും വീതിയുമുള്ള ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചിലും നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ 4 ഇഞ്ചിലും ഞാൻ മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഫോൾഡഡ് സൈഡിൽ നിന്ന് ഉൾഭാഗത്തേക്കായിട്ട് ഒരു 3 ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആ ഒരു 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് 4 ഇഞ്ച് ലെങ്ത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇനി നെക്ക് വിഡ്ത്ത് 4 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബോക്സായിട്ട് ആദ്യം വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും താഴോട്ടേക്ക് 5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ 5 ഇഞ്ച് ലെങ്ത്തിൽ, ഇവിടെ 4 ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വരച്ചെടുക്കാം. ഈ ഒരു 2 ലൈൻസിൻ്റെയും 4 ഇഞ്ച് ലെങ്ത്തിലും 5 ഇഞ്ച് ലെങ്ത്തിലും വരച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഇതേപോലെ വരച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നോർമൽ നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ച് ജോയിൻ ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം 3 ഇഞ്ച് വിഡ്ത്തിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് 1 ഇഞ്ച് വിഡ്ത്തിൽ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചിലാണ്.
ഈ ഒരു ഭാഗത്ത് ആം ഹോൾ കർവ് വെച്ചിട്ട് ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ ഷേപ്പ് വരച്ചെടുക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചും വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് താഴെ വശത്തും സൈഡ് വശത്തും 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ അധികം മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ വരച്ചിരിക്കുന്ന നെക്കിനേക്കാളും 1 ഇഞ്ച് അധികം എക്സ്ട്രാ വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് എങ്ങനെയാണോ വരച്ചെടുത്തിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇത് വേറൊരു പീസിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ക്യാൻവാസ് ഇതേപോലെ ഒരു പ്ലെയിൻ പീസിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് കഴിഞ്ഞ് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ക്യാൻവാസിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള പീസിൻ്റെ സൈഡ് വശത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ നല്ല വശവും ഇതേപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻട്രൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കാം. ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 2 സൈഡിലായിട്ട് 2 വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വള്ളി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ 2 ടെസൽസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുന്നേ 2-3 വീഡിയോയിൽ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാണ്ടിരുന്നത്. ഈ ഒരു വള്ളിയുടെ നീളം എന്ന് പറയുന്നത് ഒരു 24-25 ലെങ്ത്ത് മതിയാവും. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ 2 സൈഡിലായിട്ടാണ് ഈ ഒരു വള്ളി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന തുണിയുടെ അടിഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗത്താണ് നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റണം. ക്യാൻവാസ് കഴിഞ്ഞൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഈ ഒരു നെക്കിൻ്റെ സൈഡ് വഴി ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് ചുളിവുകളില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ നെക്ക് സൈഡിൽ നമുക്ക് ഏതെങ്കിലും ലേസ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ മെറ്റീരിയലിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബോർഡർ ഉള്ളതുകൊണ്ട് അതാണ് വെച്ച് കൊടുക്കുന്നത്. ഒന്നുകിൽ ഈ ഒരു നെക്കിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബോർഡർ ഈ ഒരു ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് ഒരു 13 ഇഞ്ച് ലെങ്ത്തിൽ വരത്തക്ക രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബോർഡറിൻ്റെ 2 അറ്റത്തു നിന്നും
ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു വീതിയിലാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോർഡറിൻ്റെ മറ്റേ സൈഡ് വഴിയും കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇതേപോലെ റെഡിയാക്കി എടുത്തു. ബാക്ക് വശത്ത് നെക്ക് സൈഡിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടിവശത്ത് 2 ടക്സ് മാർക്ക് ചെയ്തെടുത്തതും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കണം. ബാക്ക് സൈഡിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലും 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഒരു പ്രാവശ്യം കൂടി ഫോൾഡ് ചെയ്തിട്ട് നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു കുർത്തി പാനൽ കട്ടായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് മുന്നേയുള്ള വീഡിയോയിലും പാനൽ കട്ടായിട്ട് തന്നെയാണ്, അതേപോലെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നെക്ക് പാറ്റേൺ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.